ഹലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് പോയാലോ? അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ ആ ഒരു അപകടഘട്ടമൊക്കെ കടന്ന് ഒന്ന് നോർമലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതുവരെയും നമ്മുടെ വൈജയന്തിയെ ICUയുടെ അകത്തോട്ട് കയറ്റാൻ ബാലചന്ദ്രൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. നമ്മുടെ ഡോക്ടർ വർമ്മ അകത്ത് വന്ന് ബാലചന്ദ്രൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താടോ പറ്റിയത്, എന്തു പറ്റി, എന്താ സംഭവിച്ചതെന്ന് വല്ലതും അറിഞ്ഞോ? അപ്പോൾ പറയുന്നുണ്ട്, കണ്ണ് തുറന്നപ്പോൾ ഹോസ്പിറ്റലിലാണെന്നറിയാം, ഇതെവിടെ എങ്ങനെ എന്താ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, വേറൊന്നുമില്ല, തനിക്ക് ചെറിയൊരു മൈനർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വെച്ചിട്ടാണ്, ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അലീന ഉള്ളതുകൊണ്ട്, നിങ്ങളുടെ സർവൻ്റ് അലീനയില്ല, അപ്പോൾ ഉള്ളതുകൊണ്ട് ആ കുട്ടി പെട്ടെന്ന് തന്നെ CPR കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി തൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലേന്ദ്രൻ്റെ മൈൻഡിൽ അലീനയോട് വീണ്ടും ഒരു സിമ്പതിയും സ്നേഹവും കൂടാണ്. എൻ്റെ ഡോക്ടർ പറയുന്നുണ്ട്, ആ കുട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് തൻ്റെ ജീവൻ ഇന്നിപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയോട് ഒരുപാട് നന്ദി എന്തായാലും കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ എന്ന് നമ്മുടെ ബാലേന്ദ്രനും പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് പറ്റിയത്, വേറെന്തെങ്കിലും ഇമോഷൻസ് എന്തെങ്കിലും ഉണ്ടോ, എന്താണ് ഇത്രയും ഇതായി ഇങ്ങനെ മദ്യപിക്കാനൊക്കെ കാരണം, താൻ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അല്ലല്ലോ. അപ്പോൾ അതിനൊന്നും ബാലേന്ദ്രൻ പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞു, നമ്മുടെ ബാലേന്ദ്രൻ്റെ വൈഫ് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്ന് വന്ന് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കണ്ടോട്ടെ. വേണ്ട, എനിക്കിപ്പോൾ ആരെയും കാണണ്ടെന്ന് തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചമ്മ ഇങ്ങനെ ആലോചിക്കുക, എന്ത് പറ്റി കാണും അങ്ങനെ പറയാൻ കാരണം? എത്രയാണെങ്കിലും ഹോസ്പിറ്റലിൽ ICU കിടക്കുന്ന ഒരു ബോധമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ വൈഫിനെ അല്ലെങ്കിൽ മക്കളെയൊക്കെ കാണണമെന്ന് പറയുമ്പോൾ ആന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തോ മാനസികമായിട്ട് മെൻ്റലി ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ബാലേന്ദ്രന് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ഡോക്ടർ ഓക്കെ, അത് കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അറ്റാക്ക് മൈനർ വന്ന ആളാണ്, അപ്പോൾ വീണ്ടും ഒരു മെൻ്റലി അവർ ഓക്കെ ആക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലാണ്ട് ഇനി വീണ്ടും ഇമോഷൻസ് കൂട്ടാൻ പാടില്ലല്ലോ. അത് കരുതിയ ശർമ്മ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടിപ്പോൾ നമ്മുടെ വൈജയന്തി ചെന്ന് ചോദിക്കുകയാണ്, ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോൾ, ബാലേന്ദ്രൻ ഓക്കെ ആയോ? കുഴപ്പമൊന്നുമില്ല, അപകട നിലയൊക്കെ കട്ട് ചെയ്തു, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വൈജയന്തി വൈഫ് വെയിറ്റ് ചെയ്യുന്നു, കാണാൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആരെയും കാണണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും കാണണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വൈജയ്ക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. എന്നിട്ട് ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല നമ്മുടെ അലീന എവിടെ പോയി, നമ്മുടെ ടിങ്കുവിൻ്റെ ഫ്രണ്ട്, എന്തായാലും ആ കുട്ടിയോട് പ്രത്യേകം ഒരു നന്ദി പറയണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ആ സ്പോട്ടിൽ തന്നെ അവൾ നിങ്ങളുടെ ബാലേന്ദ്രന് ആ കറക്റ്റ് ടൈമിൽ CPR കൊടുത്ത് ആംബുലൻസ് വിളിച്ച് ഇന്ന് ഹോസ്പിറ്റലിൽ എത്തിയത് കൊണ്ടാണ് നമുക്ക് ബാലചന്ദ്രനെ ഈ രീതിയിലെങ്കിലും തിരിച്ച് കിട്ടിയത്. ആളെന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു അടുത്ത് നിൽക്കാണല്ലോ. അപ്പോൾ മനു പറഞ്ഞു, അവൾ വീട്ടിലോട്ട് പോയി, ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലോട്ട് പോയി ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. ആണോ? ആ കുട്ടിയോട് പ്രത്യേകം ഒരു കടപ്പാട് നന്ദി നിങ്ങൾ കാണിക്കണം കേട്ടോ. കാരണം ഒരു ജീവൻ തിരിച്ച് കിട്ടാൻ കാര്യം തന്നെ അവളുടെ ഒരു ഇതുള്ളത് കൊണ്ടാണ്, പ്രസൻസ് കൊണ്ടാണ് മാത്രമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എൻ്റെ ഡോക്ടർ ക്ഷമ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മനു നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട്, കണ്ടല്ലോ ഡോക്ടർ പറയുന്നുണ്ടോ, ആൻറ്റിക്ക് ഒരു ഇച്ചിരി പോലും ഒരു ഉളുപ്പ് തോന്നുന്നില്ലല്ലോ, അവളെ കുറ്റപ്പെടുത്താനല്ലാണ്ട് ആൻറ്റി വാ തുറക്കാറില്ല. ഇന്ന് അങ്കിൾ ഈ ഒരു ഘട്ടത്തിൽ ജീവിച്ച് നമുക്ക് തിരിച്ച് കിട്ടിയെങ്കിൽ അവളുടെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി കൊണ്ട് തന്നെയാണ് കിട്ടിയത്. ഒരാളവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, ആ കറക്റ്റ് ടൈമിൽ ആ CPR കൊടുത്ത് ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയത് അവളുള്ളത് കൊണ്ട് തന്നെയാണ്. ആൻറ്റിക്ക് എൻ്റെ നന്ദി പോലും ഇല്ലല്ലോ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആരുടെയും നന്ദി ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത്. വീണ്ടും അവളെ കുറ്റപ്പെടുത്താനല്ലാണ്ട് വൈജയന്തി വാ തുറക്കുന്നില്ല. മനുവിനാണെങ്കിൽ ഒടുക്കലത്തെ ദേഷ്യം വരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു പിന്നെ നമ്മുടെ രോഹിത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അപ്പം ഫോൺ എടുക്കുകയാണ് രോഹിത്ത്, അവൻ കോളേജിലായിരുന്നു. അപ്പോൾ രോഹിത്തിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അതായത് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോളേജിൽ, എന്താ മനു കേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അല്ല നീ എന്ത് ചെയ്യണം, അതായത് നിൻ്റെ അടുത്ത് 1-2 കാര്യങ്ങൾ ചോദിക്കണം, എന്താ മനു കേട്ടാന്ന് ചോദിക്കുമ്പോൾ ഈ അടുത്തെങ്ങാനും അങ്കിൾ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്തു പറ്റി മനു കേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഫോൺ
ഫോണിൽ കൂടെയോ? ഇല്ല മനോട്ട, എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, എന്തേന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്കിള് പിന്നെ ഹോസ്പിറ്റലൈസാണ്, പെട്ടെന്നൊരു ചെറിയ ബുദ്ധിമുട്ട് പോലെ വന്നിട്ട്. അച്ഛൻ വീട്ടിലില്ലായിരുന്നല്ലോ, അച്ഛൻ എവിടെ പോയിക്കായിരുന്നു? ഞാൻ കോളേജിലായിരുന്നു, എനിക്കറിയില്ല. അച്ഛൻ വീട്ടിലില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, നീ കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മനുവായിട്ടിന് വേറൊന്നും ചോദിക്കാനല്ലേ? അല്ല, നിന്നോട് പിന്നെ വേറെന്തോ ചോദിക്കാനാ? നിൻ്റെ സ്വഭാവം വെച്ചിട്ട് കഞ്ചാവും പെൺപിള്ളേരെ കാണുമ്പോൾ നിൻ്റെയൊക്കെ ഓരോ ഇളക്കവും കാര്യങ്ങളൊക്കെ അല്ലേ നിൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് മനു ഇങ്ങനെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, മനുവായിട്ടിന് വേറെന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായപ്പോൾ മനു പറയുന്നുണ്ട്, വേറൊന്നും നിന്നോട് പറയാനില്ല, നിൻ്റെ തന്തയ്ക്ക് സ്ട്രോക്ക് വന്നിട്ട് ഐ സിയിലാണ്, ഒരു സർജറി കഴിഞ്ഞ് ഐ സി കിടത്തിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് ദേഷ്യപ്പെട്ട് ഫോണങ്ങ് വയ്ക്കുകയാണ്. അപ്പോൾ രോഹിത്തിന് ഒരു പെട്ടെന്ന് ഒരു അച്ഛന് സ്ട്രോക്ക് വന്നു, എന്താ പറ്റിയെന്നറിയില്ലല്ലോ. അങ്ങനെ രോഹിത് പെട്ടെന്ന് തന്നെ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് മനു പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വരുന്ന വഴി നമ്മുടെ ഹരിശങ്കറിനെ കാണണം. അവനൊരു കടയിൽ നിന്ന് ജസ്റ്റ് സർവത്വന്തോ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട്, എടാ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഐ സിയിലാണ്. ഓ, ഞാൻ അറിഞ്ഞായിരുന്നു. നീ എന്നിട്ട് എന്താടാ എന്നെ ഒന്നും വിളിച്ചു പറയാത്ത? മനുവേട്ടനെ എന്നെ വിളിച്ചത്. അതിന് മാത്രം ഒന്നുമില്ല, ചെറിയൊരു മൈനർ അറ്റാക്ക്. നീ എന്നാ വാ, നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാനൊന്നും വരില്ല, ഇനി എന്നെ കണ്ട് നിൻ്റെ അച്ഛൻ്റെ അറ്റാക്ക് വീണ്ടും വരാനുള്ള ഗതി വരുത്തണ്ടല്ലോ, ഞാനൊന്നും വരുന്നില്ല. നീ അതിന് മാത്രം കിടന്ന് പിടയ്ക്കേണ്ട കാര്യമൊന്നുമില്ലടാ രോഹിത്തെ, ചെറിയൊരു കാര്യമുള്ളൂ. എന്തായാലും ഞാൻ പോവാം, നീ വരുന്നില്ലെങ്കിൽ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞ് രോഹിത് വീട്ടിലോട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോൾ ആ സമയം നമ്മുടെ വൈജ നമ്മുടെ ഗംഗാധരനെ വിളിക്കുകയാണ്. അപ്പോൾ ഗംഗേട്ട എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ വൈജ കാര്യങ്ങൾ പറയണ, ഗംഗേട്ട എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അതിന് മുന്നേ ചോദിക്കട്ടെ, നമ്മുടെ ബാലചന്ദ്രൻ എന്തിയെ? ബാലചന്ദ്രൻ തിരിച്ചെത്തി, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചെറിയൊരു സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ ഐ സിയിലാണ്, ചെറിയൊരു സർജറി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആണോ? അപ്പോൾ പെട്ടെന്ന് ഇതായിട്ട് പെട്ടെന്ന് അതെയോ? എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ അയാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം എന്താ ഗംഗേട്ടാ? ഇവിടെ നിന്ന് പോയ പിന്നെ 2 ദിവസം നോൺ സ്റ്റോപ്പ് മദ്യപാനമായിരുന്നു, പിന്നെ എങ്ങനെ വരാണ്ടിരിക്കുന്നത്? ഹെൽത്തിനൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പൊക്കോണ്ടിരുന്നതാണ്, വെള്ളം അടിച്ച് മൂക്കുറ്റും കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്താ ഇതിന് കാരണം? ഇത്രയും വെള്ളം അടിക്കാനും ഇമോഷൻ ആവാനും കാരണം? അതിന് ഞാൻ ബാലേന്ദ്രനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടില്ലേ? അപ്പോൾ ഗംഗാധരൻ ചോദിക്കണം, അതെന്താണ്? അപ്പോൾ നമ്മുടെ വൈജ പറയണേ, ഞാൻ രാവിലെ ബാങ്കിൽ പോയില്ലേ ഗംഗേട്ടാ, അപ്പോൾ ആ സമയത്ത് പോയ ശേഷമാണ് നമ്മുടെ ബാലേന്ദ്രൻ വരുന്നതെന്നും പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ബാലേന്ദ്രൻ നേരെ ഐ സിയിൽ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് പോയില്ലേ, അതിൻ്റെ ഇടയിൽ കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത പേടിയാണ് ഗംഗേട്ട. എന്തായാലും ഗംഗേട്ടന് മാലതിയേട്ടത്തി ഒന്ന് വരണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളല്ലെങ്കിൽ വരാനായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ട് കണ്ടീഷൻ കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ വരണം, എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. 3 ആങ്ങളമാരുണ്ട്, ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഒരാളെ കിട്ടത്തുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഞാനും മാലതി എന്തായാലും ഈ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച്, ശരി ഞാൻ എന്നാൽ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ വൈജ ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുത്തശ്ശിയുടെ കാര്യമാണ്. നമ്മുടെ മനു നമ്മുടെ അലീനേനെ കൊണ്ടാക്കാൻ വന്ന സമയത്ത് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ മനു പറയുന്നുണ്ട്. അതായത് നമ്മുടെ അലീന ഉള്ളതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശി ഇന്നിപ്പോൾ ബാലേന്ദ്രൻ അങ്കിൾ ഈ ഒരു രീതിയിൽ കിട്ടിയത്. പക്ഷേ ആൻറ്റിക്ക് അതിൻ്റെ ഒന്നും യാതൊരു നന്ദിയില്ല. ആൻറ്റിയുടെ വർത്തമാനം കേട്ടാൽ ബാലേന്ദ്രൻ അങ്കിള് തട്ടിപ്പോയാൽ ആൻറ്റിക്ക് കുഴപ്പമില്ല. എന്താടാ മോനെ ഇങ്ങനെ എൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ ഒരു സ്വഭാവമായി പോയല്ലോ. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ലായിരുന്നു മുത്തശ്ശി, എന്നാലും ഞാൻ മറുപടി കൊടുത്തു. അവിടെ ആശുപത്രിയിൽ നിന്നപ്പോൾ നീ എന്തിനാ ഇവിടെ നിൽക്കണേന്നാണ് ചോദിക്കണേ. ഇത്രയും സഹായം ചെയ്ത് ഈ ഒരു കണ്ടീഷനിൽ എത്തിച്ചത് അവൾ കറക്റ്റ് ടൈമിൽ CPR കൊടുത്ത് അതിൻ്റേതായ രീതിയിൽ ആംബുലൻസ് വിളിച്ച് എത്തിച്ചതുകൊണ്ടാണ് അങ്കിളിനെ ഇന്ന് നമുക്ക് നഷ്ടപ്പെടാണ്ട് കിട്ടിയത് എന്നിങ്ങനെ മനു മുത്തശ്ശിയോട് പറയുമ്പോൾ ആൻറ്റി പറയണത് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ചോദിക്കണത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ വായി തോന്നി 2 പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് മനു പറയുന്നുണ്ട്. ആൻറ്റി ആണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി ഞാൻ നല്ല മറുപടി കൊടുക്കും മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എവിടെ സ്വഭാവം എന്നാടാ നന്നാവണത് എനിക്കറിയില്ല. അപ്പോൾ അലീന ഇവർ രണ്ടുപേരും ഇങ്ങനെ മുത്തശ്ശിയും മനു ഇരിക്കുമ്പോൾ ചോദിക്കും, മനുവേട്ടാ ഞാൻ എന്തായാലും വീട്ടിലോട്ട് രേവതിക്കുട്ടിയുടെ വീട്ടിലോട്ട് നാളെ പൊക്കോട്ടെ, നീ എന്താണ് അലീന പറയുന്നത്? അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്താണ് മോളെ ബാലേന്ദ്രൻ വരാൻ എങ്ങനെയായാലും 2 ആഴ്ചയെങ്കിലും എടുക്കില്ലേ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഇപ്പോൾ ആളില്ലല്ലോ, അതിനിപ്പോൾ ഞാൻ എന്തിനാണ് നിൽക്കുന്നത്? എന്നെ ഇഷ്ടമല്ലേ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്
എന്തായാലും 2 ആഴ്ചത്തേക്ക് ആൻറ്റിയുടെ ശല്യം ഉണ്ടാവില്ല, ആൻറ്റി ഹോസ്പിറ്റലിലായിരിക്കും. എന്നാൽ ഇടയ്ക്ക് വരുമ്പോൾ എന്നെ കാണുമ്പോൾ എന്താ നിന്നെ പിടിച്ച് തിന്നുമോ, ഞാൻ പറഞ്ഞോളാം അവളോട് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അതല്ല ഈ ടൈമിൽ നമ്മൾ പോകുന്നത് ശരിയല്ല, അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ എല്ലാം നോക്കി ആവട്ടെ, ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് മനു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പിന്നെ ബബിതയും നമ്മുടെ കൃഷ്ണജയൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് അച്ഛന് സീരിയസ് ആണെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ കണ്ട് അവരൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കൃഷ്ണജക്കുട്ടി അച്ഛനെ നേരിട്ട് ഐസിയു ചെന്ന് കണ്ട്. അപ്പോൾ വൈജയ് അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറയുമ്പം തന്നെ വൈജയനെ എനിക്ക് ആരെയും കാണണ്ട, എൻ്റെ അടുത്ത് ആരും വരികയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കൃഷ്ണജക്കുട്ടിക്ക് ഒരുപാട് സങ്കടമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. എന്നിട്ടും അതിനിടയിൽ നമ്മുടെ മനു ഐസിയുവിലേക്ക് ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് കയറാണ് ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാണുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇത്രയും ഇമോഷനായി മദ്യപിക്കാനൊക്കെയുള്ള കാരണം എന്താണ്, അങ്കിൾ എവിടെയായിരുന്നു 2 ദിവസം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം ഒരു ദൂരയാത്ര പോയിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആൻറ്റിക്കൊന്ന് കാണണമെന്നുണ്ട്, എനിക്ക് ആരെയും കാണണ്ട, അത് ഞാൻ കാണുന്നുണ്ട്, ഇവിടെ വെച്ചിട്ടില്ല, ഞാൻ വീട്ടിലെത്തിയ ശേഷമേ അവളെ കാണുന്നുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏകദേശം മഴതോരും മുമ്പേ ഇൻട്രോ ഇതൊക്കെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൊമോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നിങ്ങളുടെ ഈ മഴതോരും മുൻപേ സീരിയലിൻ്റെ പ്രമേയം ഉണ്ടാകും. എല്ലാവരും കാണുക. ടാറ്റാ ബൈ ബൈ.